പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി ഷൂട്ട് ആൻഡ് ഷോട്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജോൺസൺ എസ്തപ്പാൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഡഫേദാർ എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി. ടിനി ടോമാണ് ഈ ചിത്രത്തിലെ നായകൻ. 65 വയസ്സ് കഴിഞ്ഞ അയ്യപ്പൻ എന്ന കഥാപാത്രത്തെയാണ് ടിനി ടോം ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ദഫേദാറിൽ ഞാനൊരു കഥാപാത്രമായിട്ട് എത്തുന്നത് മറ്റൊരു കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മണിച്ചേട്ടൻ്റെ ആ സ്ഥാനത്ത് ആ ഒരു വിടവ് നികത്താൻ എന്നെ കൊണ്ടാവില്ല. പക്ഷേ അതിനുള്ളൊരു കഠിന ശ്രമം അതിൻ്റെ ഒരു ഇതിലാണ്. കാരണം അതിനു വേണ്ടിയിട്ട് എൻ്റെ രീതിയിൽ ഞാൻ കുറേ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ എന്റെ പ്രായത്തിലുള്ളതായിരുന്നു. അതിൽ നിന്നും മാറി ഒരു 60-65 വയസ്സുള്ള ഒരാളായിട്ട്. അതാണ് ദഫേദാർ. കറുത്ത പക്ഷികൾ എന്ന സിനിമയിലൂടെ ഏറ്റവും മികച്ച ബാലതരത്തിനുള്ള അവാർഡ് നേടിയ മാളവികയാണ് ഈ ചിത്രത്തിലെ നായിക. ഹോം നേഴ്സായ അമല എന്ന കഥാപാത്രത്തെയാണ് മാളവിക ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ എൻ്റെ പേര് ആമി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ശരിക്കുള്ള പേര് അമല എന്നാണ്. നഴ്സിംഗ് കഴിഞ്ഞൊരു കുട്ടിയാണ്. ഇതിൽ ടിനി ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രത്തെ നോക്കുന്ന ഒരു അച്ഛനെ പോലെ സ്നേഹിക്കുന്ന ഒരു ക്യൂട്ട് ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതുവരെ ചെയ്തിരുന്ന ഒരു ക്യാരക്ടേഴ്സിന് കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരു ക്യാരക്ടറാണ് ഇത്. ഒരു ഇപ്പോഴത്തെ ന്യൂ ജെൻ ഒരു ഗേൾ, ഒരു എന്താ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഇതും ഒരു വേ ഓഫ് ഗെറ്റിംഗ് ഡ്രസ്ഡ്, അങ്ങനത്തെ ലൈക്ക് എന്താ പറയുക, ഭയങ്കര എനർജറ്റിക്, ഭയങ്കര ക്യൂട്ട് ചബ്ബി ഒരു ക്യാരക്ടറാണ്. ഞാനും ജയകൃഷ്ണനുമാണ് മക്കളുടെ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. ഒരു ACP പോലീസ് വേഷം. നിരവധി പോലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് പോലീസിൻ്റെ ആയ പശ്ചാത്തലത്തിലൂടെ അല്ല ഒരു മകനായ ഞാൻ കഥ പറയുന്നത്. ഇതൊരു കുടുംബ പശ്ചാത്തലത്തിലൂടെ പോകുന്ന ഒരു വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് ശ്രീ ജോൺസൺ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം. വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഈ സിനിമ ഒരു പ്രായമായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിൻ്റെ ഒരു ദുരന്ത അവസ്ഥ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഒരു ദുരന്ത അവസ്ഥ, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ദുരന്ത അവസ്ഥയാണ് ഈ സിനിമയിലൂടെ വെളിവാക്കുന്നത്. ഈ ദഫേദാർ എന്ന പേര് കേൾക്കുമ്പോൾ ഇത് വേറൊന്നുമല്ല, സാധാരണ ഒരു ന്യൂ ജനറേഷൻ ചിത്രം തന്നെയാണ്. നമ്മുടെ കോൺടെമ്പററി കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഫാമിലിയിൽ എല്ലാവരും ചേർന്ന് കാണാൻ പറ്റാവുന്ന സാധാരണ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കഥയിലൂടെയും സംവിധായകൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. സുധീർ കരമന, ദേവൻ, ഇന്ദ്രൻസ് തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ഇളയരാജയാണ് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഊഴം വിജയകരമായി പ്രദർശനം തുടരുന്നു. പൂർണ്ണമായും ആക്ഷൻ മൂഡിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജാണ് ഈ ചിത്രത്തിലെ നായകൻ.
ദിവ്യ പിള്ളയാണ് നായിക. ബാലചന്ദ്ര മേനോൻ, നീരജ് മാധവ്, രസ്ന തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ജിത്തു ജോസഫ് തന്നെയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത്. ആർ ശരത്, രജനിയും സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ബുദ്ധനും ചാപ്ലിനും ചിരിക്കുന്നു. ഇന്ദ്രഗുപ്തൻ എന്ന ഹാസ്യ നടന്റെ കഥയാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. ഇന്ദ്രൻസ് ആണ് ഈ ചിത്രത്തിലെ നായകൻ. പ്രവീണയാണ് ഈ ചിത്രത്തിലെ നായിക. മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒപ്പം വിജയകരമായി പ്രദർശനം തുടരുന്നു. നല്ലൊരു ത്രില്ലർ മൂവിയാണ് ഒപ്പം. അനുശ്രീ, വിമല രാമൻ, മാമു കോയ തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. സാഹിർ അലി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന കാപ്പിരിത്തുരുത്തിന്റെ ഷൂട്ടിംഗ് കൊച്ചിയിൽ പൂർത്തിയായി. ആദിൽ ഇബ്രാഹിമും പേളി മാണിയുമാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ലാൽ, സിദ്ദിഖ്, ഇന്ദ്രൻസ്, സുനിൽ സുഹദ തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന പുതിയ ചിത്രമാണ് കൊച്ചവ പൗലോ അയ്യപ്പ കൊയ്ലോ. സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ അനുശ്രീയാണ് നായിക. അജു വർഗീസ്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ഷൂട്ട് ആൻഡ് ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.